ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷയിൽ ഫിസിക്സിൽ നിന്നൊരു ചോദ്യമാണ്. നോക്കിയേ, ഫോക്കൽ ദൂരം 5 സെന്റിമീറ്റർ ആയ ലഘു സൂക്ഷ്മദർശിനിയുടെ കോണീയ ആവർത്തനം എത്ര? അപ്പോൾ കോണീയ ആവർത്തനം അല്ലെങ്കിൽ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം വന്നിരിക്കുന്നത് +2 റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുവാൻ രണ്ട് സമവാക്യങ്ങളുണ്ട്. m = 1 + d/f ഉണ്ട്, m = d/f ഉണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ സമവാക്യങ്ങൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രതിബിംബം ഒരു നിയർ പോയിന്റിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് m = 1 + d/f എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഇനി ഇമേജ് ഫോംഡ് ഓൺ ഇൻഫിനിറ്റി അല്ലെങ്കിൽ പ്രതിബിംബം അനന്തതയിൽ രൂപീകരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നമുക്ക് m = d/f എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലഘു സൂക്ഷ്മദർശിനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് നമുക്ക് നിയർ പോയിന്റിനുള്ളിൽ തന്നെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ m = 1 + d/f എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ m = 1+, ഇവിടെ നിയർ പോയിന്റ് ആണ് d എന്ന് പറയുന്നത്. നിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അകലത്തെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ്. ഒരു മനുഷ്യൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. അത് നമ്മൾ കാണാതെ പഠിച്ചു നോക്കണം. അപ്പോൾ 25 ഫോക്കൽ ലെങ്ത് 5. ഓക്കെ, അപ്പോൾ 25/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ 1 + 5 എന്ന് വരും. 1 + 5 എന്ന് പറയുന്നത് 6 ആണ്. അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടി, 6 എന്ന് കിട്ടി. ഇവിടെ മാഗ്നിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു റേഷ്യോ ആണ്, ഇതൊരു അനുപാതമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഇല്ല. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടുതൽ ക്ലാസ്സുകളും ഞാൻ യൂട്യൂബ് ചാനലിലായിരിക്കും ഇനി മുതൽ ഇടുന്നത്. താങ്ക്